ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. നിക്ഷേപകർക്ക് ചെറിയൊരു പ്രതീക്ഷ നൽകിക്കൊണ്ട് ഇന്ന് വീണ്ടും മാർക്കറ്റ് കുറച്ച് അപ്പിലേക്ക് പോയി. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,960 30 പോയിന്റ്സ് ഉയർന്ന് ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് ഇന്ന് ക്ലോസ് ചെയ്യുന്നത് 159 പോയിന്റ്സിന് എബോവ് ആണ്. 49,259 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 196 പോയിന്റ്സ് ഉയർന്ന് 49,850 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 6 പോയിന്റ്സ് മാത്രമേ ഉയർന്നുള്ളൂ. 15,414 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 15.72 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് ഇന്ന് 75,997 ക്ലോസ് ചെയ്തപ്പോൾ 58 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. എല്ലാ സെക്ടേഴ്സും നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി 50, നിഫ്റ്റി മിഡ് ക്യാപ്പ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ആൻഡ് സെൻസെക്സ് എന്ന് എല്ലാം ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. DII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII 4,760 കോടി രൂപയുടെ ബൈ നടത്തിയപ്പോൾ FII ഇന്ന് 3,938 കോടിയുടെ സെല്ലാണ് വീണ്ടും നടത്തിയത്. കഴിഞ്ഞ ആഴ്ച ഫ്രൈഡേ FII സെല്ലിംഗ് മോഡിലായിരുന്നു. 4,295 കോടി രൂപയുടെ സെല്ല് നടത്തിയപ്പോൾ DII ബൈ വീണ്ടും തുടർന്ന് 4,364 കോടിയുടെ ബൈ നടത്തി കഴിഞ്ഞ വെള്ളിയാഴ്ച. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അദാനി എൻ്റർപ്രൈസിന് 3.93% ഗെയിൻ ഉണ്ടാക്കി. ബജാജ് ഫിൻസർവ് 2.65%, ഇൻഡസ്ഇൻഡ് ബാങ്ക് 2.53%, പവർ ഗ്രിഡ് 2.23%, അദാനി പോർട്സ് 2.11%, ശ്രീറാം ഫിനാൻസ് 2.10%, അൾട്രാസിംകോ 1.78%, കോൾ ഇന്ത്യ 1.67%, ONGC 1.52% ആൻഡ് HDFC ബാങ്ക് 1.42% റാലി നടത്തി. ലോസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ M&M ഇന്ന് 3.45% ഇടിവുണ്ടായി. ഭാരതി എയർടെൽ 3.6%, ഇൻഫി 0.72%, TCS 0.68%, ICICI ബാങ്ക് 0.67%, വിപ്രോ 0.65%, കോട്ടക് ബാങ്ക് 0.54%, L&T 0.48%, ITC 0.40% ആൻഡ് HDFC ലൈഫ് 0.35% കുറവാണെന്ന് ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റി ഈ വർഷത്തെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ 1 ജാനുവരിക്ക് 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 22,959 ക്ലോസ് ചെയ്തപ്പോൾ 3.3% ലോസിലാണ് നിൽക്കുന്നത്. ടോപ്പ് കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,012 കമ്പനികൾ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,872 കമ്പനി ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. മാർക്കറ്റ് പൊതുവെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു ഉണ്ടായത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാലും ഇന്ന് കൂടുതൽ സെക്ടേഴ്സും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി IT, നിഫ്റ്റി FMCG, നിഫ്റ്റി മീഡിയ എന്നീ സെക്ടേഴ്സ് ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓട്ടോ ഇന്ന് 21,951 ക്ലോസ് ചെയ്തപ്പോൾ 117 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി IT ഇന്ന് 237 പോയിന്റ്സ് കുറഞ്ഞ് 41,073 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് ഇന്ന് 31 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 5,904 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 23,271 ക്ലോസ് ചെയ്തപ്പോൾ 84 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ ഇന്ന് 264 പോയിന്റ്സ് ഗെയിൻ ഉണ്ടായി 21,076 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG ഇന്ന് 52,945 ക്ലോസ് ചെയ്തപ്പോൾ 193 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മെറ്റൽ ഇന്ന് 8250 ക്ലോസ് ചെയ്തപ്പോൾ 62 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി ഓൾമോസ്റ്റ് സെയിം ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 831. നിഫ്റ്റി മീഡിയ ഇന്ന് 1481 ക്ലോസ് ചെയ്തപ്പോൾ 10 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 37 ക്ലോസ് ചെയ്തപ്പോൾ 165 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ ഇന്ന് 14 പോയിന്റ്സ് ഉയർന്ന് 7937 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് ഇന്ന് 174 പോയിന്റ്സ് ഉയർന്ന് 13,494 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഒന്ന് 9921 ക്ലോസ് ചെയ്തപ്പോൾ 68 പോയിന്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിക്ക സെക്ടേഴ്സും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ പോസിറ്റീവ് സൈനാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ ആഴ്ചത്തെ നാളത്തെ ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ UK ഇന്ന് ലേബർ പ്രൊഡക്ടിവിറ്റി ഡേറ്റ ടുമോറോ, അത് 18 ഫെബ്രുവരിക്ക് വരുന്നുണ്ട്. ഇതാണ് ഇന്ന് മെയിനായിട്ടുള്ള
ന്യൂസ് അപ്ഡേറ്റ്സ്. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നാളെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം, നന്ദി.